സെക്രട്ടേറിയറ്റിലേക്കാണ് പോകേണ്ടത്. അവിടെ സമരത്തിൽ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ്. ആശാ വർക്കേഴ്സ് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യവുമായി നിരാഹാര സമര പന്തലിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF MLA-മാർ മാർച്ച് നടത്തുകയാണ്. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും തുടങ്ങുന്ന മാർച്ച് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മേഘന മുരളിയും എസ് ശ്രീകാന്തുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം എസ് ശ്രീകാന്തിലേക്ക് പോവുകയാണ്. ശ്രീകാന്ത്, അങ്ങനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ UDF MLA-മാരുടെ മാർച്ച് ഇങ്ങനെ പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് ആരംഭിച്ചതാണ്. അല്പസമയത്തിനകം ഈ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ ആ സമരവേദിയിലേക്ക് എത്തിച്ചേരും. കഴിഞ്ഞ ദിവസം തന്നെ ആശാവർക്കർമാർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇന്ന് മാർച്ചുണ്ടാകും, അവിടേക്ക് ഐക്യദാർഢ്യ മാർച്ചുണ്ടാകും എന്ന് UDF വ്യക്തമാക്കിയിരുന്നു. സഭ വിട്ടിറങ്ങി ഇപ്പോൾ ഈ മാർച്ച് അവിടേക്ക് നീങ്ങുകയാണ്. UDF-ന്റെ ഇന്ന് സഭയിലുണ്ടായിരുന്ന മുഴുവൻ MLA-മാരും ഈ മാർച്ചിന്റെ ഭാഗമായി തീർന്നിട്ടുണ്ട്. ഈ പ്ലക്കാർഡുകളിൽ ആശാപ്രവർത്തകർ അനാഥമാകില്ലെന്നും സർക്കാരിന് എന്തിനാണ് പിടിവാശി എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഈ പ്ലക്കാർഡുകളിൽ ഉണ്ട്. ആ പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഇപ്പോൾ ആശാവർക്കർമാർ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിയുമായി നടത്തിയ ചർച്ച, ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയടക്കം പരാജയപ്പെട്ടതിന് പിന്നാലെ ഒരു തീരുമാനം ആയിരുന്നില്ല. അത് പരാജയപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു. നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് അവരെ വളരെ പരിഹാസത്തോടെയും പുച്ഛത്തോടും കൂടിയാണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ നോക്കിക്കാണുന്നത്. കാരണം അവരെ അപഹസിച്ചുകൊണ്ടാണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് അംഗൻവാടിക്കാരുടെയും ആശാവർക്കർമാരുടെയും ഒക്കെ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ ഈ സമരത്തെ പരിഹസിക്കുകയാണ് ഈ ഗവൺമെന്റ്. അതുകൊണ്ടാണ് ഞങ്ങൾ മന്ത്രിമാരുടെ കൂടി മറുപടി കൂടി ബഹിഷ്കരിച്ചുകൊണ്ട് ഞങ്ങള് ഈ സഭാ നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് ആശാവർക്കർമാർ ആരംഭിച്ചിരിക്കുന്ന നിരാഹാര സമരത്തിന് പിന്തുണ അർപ്പിക്കാൻ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് വരും. തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതിന്റെ ബാക്കിയാണ്. അതായത് സഭാ നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ട്, അതിൽ പങ്കെടുക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നടയിലെ ആശാവർക്കർമാരുടെ സമരപ്പന്തലിലേക്ക് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDF MLA-മാരുടെ മാർച്ച് നടക്കുകയാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തു നിന്നും തുടങ്ങിയാൽ കഴിഞ്ഞ ദിവസം NHM-ന്റെ സ്റ്റേറ്റ് മിഷൻ കോർഡിനേറ്ററുമായി ഒരു ചർച്ച നടത്തിയിരുന്നു ആശാവർക്കർമാർ. പക്ഷേ അത് പരാജയപ്പെട്ടു. അതിനുശേഷം ഈ ചർച്ച നടത്തിയത് മന്ത്രിയുമായി നേരിട്ടാണ്. നിയമസഭയിലെ അവരുടെ ഓഫീസിൽ വെച്ച് ചർച്ച നടന്നിരുന്നു. പക്ഷേ അത് സമ്പൂർണമായ പരാജയം ഏറ്റുവാങ്ങുകയാണ് ഉണ്ടായത്. ഏതെങ്കിലും തരത്തിൽ നിലവിൽ അവർ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്ന് തന്നെയായിരുന്നു മന്ത്രി ഈ ചർച്ചയിൽ അറിയിക്കുകയുണ്ടായത്. കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി ആനുകൂല്യങ്ങൾ വാങ്ങി നൽകുന്നതിന് ശ്രമം നടത്തും എന്ന് മന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് തങ്ങൾക്ക് പോരാ. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് UDF MLA-മാരുടെ മാർച്ച് സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക്. ആ മാർച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് അങ്ങനെ ആ മാർച്ച് പുരോഗമിക്കുന്നത്. ഇന്ന് സഭയിലുണ്ടായിരുന്ന പ്രതിപക്ഷ MLA-മാർ UDF MLA-മാർ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ആശാ വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല, അതുമാത്രമല്ല അവരെ പരിഹസിക്കുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങളെല്ലാം മുദ്രാവാക്യമായി പറയുന്നുണ്ട്. മേഘന മുരളി കൂടി ചേരുന്നുണ്ട്. ആശാ വർക്കേഴ്സിൻ്റെ നിരാഹാരം ഇരിക്കുന്ന സ്ഥലത്താണ് മേഘനയുള്ളതെന്ന് മനസ്സിലാക്കുന്നു. മേഘന, പറയൂ. കേരളത്തിലെ ബുദ്ധിജീവികൾ, കേരളത്തിലെ പത്രപ്രവർത്തകർ എല്ലാവരും സ്മിത, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ ദുരിതമെന്നല്ലാതെ ഒന്നും പറയാനില്ല. കാരണം കനത്ത ചൂടാണ്. അവിടെയാണ് ഇവർ ഈ നിരാഹാര സമരത്തിലേക്ക്, അതായത് അവരുടെ മൂന്നാം ഘട്ട സമര പരിപാടി എന്ന നിലയിൽ നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നത്. അതിൽ ഇപ്പോൾ UDF MLA-മാർ ഒരു മാർച്ചുമായി ഈ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് കടന്നു വരുന്നു. ആ ഒരു സാഹചര്യത്തിലും ഇവരുടെ നിലപാട്, അതായത് കുറേ ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങളും കുറേ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പല മാർച്ചുകളും വരുന്നു. അങ്ങനെ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിക്കും
പരിഗണിക്കുക. അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ നൽകുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, അത്തരം ആവശ്യങ്ങൾ പരിഗണിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഇന്ന് രാവിലെയും ഇവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ആരോഗ്യമന്ത്രി ഡൽഹിയിൽ എത്തുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു, JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്താമെന്നുള്ളൊരു മാധ്യമങ്ങളടക്കം അത്തരത്തിൽ പ്രതികരിക്കുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യമന്ത്രി JP നദ്ദ വീണ ജോർജിന് ഒരു സമയം നൽകുന്നില്ല, കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി സമയം നൽകുന്നില്ല. പിന്നീട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താമെന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ കേരള ഹൗസ് അധികൃതരെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രതികരണം കൂടി, അതായത് ഇവർക്ക് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ചേച്ചി, UDF MLA മാർ ഇപ്പോൾ ഒരു സമരവുമായിട്ട് വരുന്നു. എന്താണ് നമ്മളെ അങ്ങനെ തന്നെയാണ്. അതായത് ഇവിടെ ഇവർ ഈ ഐക്യദാർഢ്യ പ്രഖ്യാപനവുമായി UDF MLA മാർ ഈ സമരവേദിയിലേക്ക് കടന്നു വരുന്നു. ഇവർ നിരാഹാരം ഇരിക്കുന്നു. ഇവർ വലിയ കഷ്ടപ്പാട് തന്നെയാണ്, അല്ലെങ്കിൽ ഈ മൂന്നാം ഘട്ട സമരപരിപാടി എന്ന് പറയുമ്പോൾ വലിയ ദുരിതപൂർണ്ണമായിട്ടുള്ളൊരു സാഹചര്യം തന്നെ ഈ ആശാവർക്കറുടെ ഈ സമരത്തിലുണ്ട്. കാരണം ഇവർ കഴിഞ്ഞ 39 ദിവസമായി സമരം ഇരിക്കുകയാണ്. അങ്ങനെ ഈ സമരം ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് വലിയ കഷ്ടപ്പാടുകൾ, അതായത് ഇനിയും എന്ത് ദുരിതം സംഭവിച്ചാലും വലിയ വെയിലാണ്, കനത്ത മഴയും വെയിലും ഒക്കെ അതിജീവിച്ചാണ് ഇവർ ഇവിടെ സമരം ഇരിക്കുന്നത്. അങ്ങനെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല, കൂടുതൽ ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. സമരത്തിന് പിന്തുണയുമായി ഒരുപാട് ആൾക്കാർ എത്തുന്നു. അങ്ങനെ ഇവിടെ സമരം അല്ലെങ്കിൽ ആശാവർക്കർമാരുടെ നിലപാട് ശക്തമാണ്.